അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഭരണകാലം അന്താരാഷ്ട്ര തലത്തിൽ വലിയ മാറ്റങ്ങൾക്കും അപ്രതീക്ഷിത നയതന്ത്ര നീക്കങ്ങൾക്കുമാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഇറാനിലും വെനിസ്വേലയിലും അമേരിക്കൻ ഇടപെടലുകൾ ശക്തമായി തുടരുന്നതിനിടെ തൊട്ടടുത്ത അയൽരാജ്യമായ ക്യൂബയുമായുള്ള ബന്ധവും ഇപ്പോൾ സ്ഫോടനാത്മകമായ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ക്യൂബൻ നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ ട്രംപിന് കൈമാറാൻ ശ്രമിച്ച അതീവ രഹസ്യമായ ഒരു കത്ത് അമേരിക്കൻ അതിർത്തിയിൽ വെച്ച് പിടികൂടിയതോടെയാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. അമേരിക്ക ക്യൂബയ്ക്ക് മേൽ സൈനിക നടപടിക്ക് ഒരുങ്ങുന്നു എന്ന ശക്തമായ അഭ്യൂഹങ്ങൾക്കിടെയാണ് ഈ രഹസ്യ നയതന്ത്ര നീക്കം പരാജയപ്പെട്ടത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ക്യൂബയുടെ വിപ്ലവ നേതാവ് റൗൾ കാസ്ട്രോയുടെ കൊച്ചുമകൻ റൗൾ റോഡ്രിഗസ് കാസ്ട്രോ ആണ് ഈ കത്തിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഹവാനയിലെ ഒരു പ്രമുഖ വ്യവസായി മുഖേന വാഷിംഗ്ടണിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഈ കത്ത് മിയാമി വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റംസ് വിഭാഗം പിടിച്ചെടുക്കുകയായിരുന്നു. ഔദ്യോഗിക ക്യൂബൻ മുദ്ര പതിപ്പിച്ച ഈ കത്തിൽ അമേരിക്കൻ സൈനിക നീക്കത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പും അതോടൊപ്പം തന്നെ ഉപരോധങ്ങളിൽ ഇളവ് ലഭിക്കുന്നതിനായുള്ള സാമ്പത്തിക കരാറുകളുടെ നിർദ്ദേശങ്ങളും അടങ്ങിയിരുന്നതായാണ് റിപ്പോർട്ടുകൾ. യുദ്ധം ഒഴിവാക്കാനും നിലവിലെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറാനും ക്യൂബൻ നേതൃത്വം നടത്തിയ അവസാന നിമിഷ ശ്രമമായി ഇതിനെ നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു. ട്രംപ് ഭരണകൂടം ക്യൂബയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത എണ്ണ ഉപരോധവും സാമ്പത്തിക സമ്മർദ്ദവും ആ രാജ്യത്തെ വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. ക്യൂബ ഒരു പരാജയപ്പെട്ട രാഷ്ട്രമാണ് എന്ന ട്രംപിന്റെ അടുത്ത കാലത്തെ പ്രസ്താവനയും ഇറാൻ യുദ്ധത്തിനു ശേഷം ക്യൂബയിലേക്ക് ഒരു സന്ദർശനം നടത്തിയേക്കാമെന്ന അദ്ദേഹത്തിന്റെ സൂചനകളും ഹവാനയെ കടുത്ത ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ പുടിന്റെ സഖ്യകക്ഷിയായ ക്യൂബ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾക്കിടയിലാണ് ഈ കത്ത് പിടിക്കപ്പെടുന്നത്. അമേരിക്കൻ അധിനിവേശം ഉണ്ടായാൽ അതിനെ സായുധമായി നേരിടുമെന്ന് ക്യൂബൻ പ്രസിഡന്റ് മിഗ്വൽ ഡിയാസ് കാനൽ ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ രഹസ്യ സന്ദേശം വാഷിംഗ്ടണിൽ എത്തുന്നതിന് മുൻപ് തന്നെ തടയപ്പെട്ടത് ക്യൂബൻ നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാണ്. ട്രംപുമായി നേരിട്ട് ഒരാശയവിനിമയം നടത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ നേതൃത്വത്തിൽ ക്യൂബയിൽ ഒരു ഭരണമാറ്റം ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. സാമ്പത്തിക സ്വാതന്ത്ര്യവും രാഷ്ട്രീയ മാറ്റവും കൈകോർത്തു പോകണമെന്ന റൂബിയോയുടെ നിലപാട് ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അസ്വീകാര്യമാണ്. ഇതോടെ നയതന്ത്ര ചർച്ചകൾക്കുള്ള വാതിലുകൾ ഓരോന്നായി അടയുകയാണ്. ക്യൂബയിലെ ജനങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലും ഇന്ധനക്ഷാമത്തിലും വലയുന്ന ഈ സാഹചര്യത്തിൽ ഒരു സൈനിക നീക്കമുണ്ടായാൽ അത് വലിയൊരു മാനുഷിക ദുരന്തത്തിന് വഴിവെക്കും. ട്രംപിന്റെ ഈ വാർ പോസ്റ്റർ മേഖലയിലെ മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെയും ആശങ്കയിലാക്കുന്നുണ്ട്. ക്യൂബയുടെ പക്കലുള്ള ഈ രഹസ്യ കത്ത് വെറും ഒരു അപേക്ഷയായിരുന്നോ അതോ വരാനിരിക്കുന്ന ഒരു വലിയ ഭീഷണിയുടെ മുന്നറിയിപ്പായിരുന്നു എന്നത് ഇപ്പോഴും ദുരൂഹമാണ്. എങ്കിലും ഈ സംഭവം അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള ബന്ധം വീണ്ടും ശീതയുദ്ധകാലത്തെ പോലെ വഷളാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കരീബിയൻ കടലിൽ പുതിയ യുദ്ധക്കപ്പലുകൾ പ്രത്യക്ഷപ്പെടുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.